അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 3-4-2026 ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന ശീർഷകത്തിൽ അള്ളാഹുവിനോട് തേടാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വാത്സല്യപൂർവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞുമോനെ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിൻ നാം ഉറച്ചു വിശ്വസിക്കണം. അവനോടാണ് നാം പ്രാർത്ഥിക്കുകയും അവനോടാണ് നാം സഹായം തേടുകയും ചെയ്യേണ്ടത് എന്ന് ആ ബാലനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. യാ ഗുലാം, ഓ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില പ്രത്യേകമായ വചനങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നീ അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. നബിതങ്ങൾ ആ കുട്ടിയുടെ ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ട് മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അള്ളാഹു ആണെല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ ഏറ്റവും അടുത്ത് നിനക്ക് അവനെ എത്തിക്കാൻ സാധിക്കും. നബിതങ്ങളുടെ വചനമാണ്. അള്ളാഹുവിനെ നാം സൂക്ഷിച്ച് ജീവിച്ചാൽ, അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നാം മാറി നിന്ന് ജീവിച്ചാൽ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കാഴ്ചയെപ്പറ്റി, കേൾവിയെപ്പറ്റി, മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വരെ അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ആ ബോധത്തോടുകൂടി നീ ജീവിച്ചാൽ അള്ളാഹു തആല നിന്നെ എല്ലാ സമയത്തും സംരക്ഷിക്കുകയും കാവൽ നൽകുകയും ചെയ്യും. നിന്റെ സമ്പത്തിനും ശരീരത്തിനുമൊക്കെ അവൻ രക്ഷകനാവും. ഖൈറുൻ ഹാഫിളൻ വഹു അർഹമുർ റാഹിമീൻ, അവനാണ് ഏറ്റവും വലിയ സംരക്ഷകൻ, അവൻ കരുണാമയനും കാരുണ്യവാനുമാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുക, എന്നാൽ നിന്റെ ഏറ്റവും അടുത്ത് നിനക്കെല്ലാ സഹായം ചെയ്തുകൊണ്ട് അവനുണ്ടാകും. അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, നിശ്ചയം അല്ലാഹു തആല സത്യവിശ്വാസികളോട് കൂടെയാണ്. നബിതങ്ങളുടെ ഉപദേശമാണിത്. തുടർന്ന് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്തെങ്കിലും നിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിനോടാണ്. നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവന് മാത്രമേ ഇബാദത്തെടുക്കാവൂ എന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നാം നല്ല വിശ്വാസിയായിക്കൊണ്ട് ഋജുവായ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് റബ്ബിലേക്ക് മുന്നിടുക. വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, സത്യവിശ്വാസത്തിന്മേൽ അടിയുറച്ചു നിൽക്കുക, നീ ഒരിക്കലും ബഹുദൈവ വിശ്വാസി ആയി പോകരുത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, അല്ലാഹു അല്ലാത്ത ഒരാളോടും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അവർ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നീ അക്രമികളിൽപ്പെട്ടവരാകും. നാം അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ പറയുകയുണ്ടായി, യാ റബ്ബി അജിബ്തു ലിമൻ യഅരിഫുക കൈഫ യർജു ഗൈറക, എനിക്ക് അത്ഭുതം തോന്നുന്നു അല്ലാഹുവേ, നിന്നെപ്പറ്റി അറിയേണ്ട വിധത്തിൽ ഒരാൾ അറിഞ്ഞു, പിന്നെ അവൻ നിന്നെയല്ലാതെ വേറെ ആരാണ് പ്രതീക്ഷിക്കുക. വഅജിബ്തു ലിമൻ യഅരിഫുക കൈഫ യസ്തഈനു ബിഗൈരിക, നിന്നെപ്പറ്റി മനസ്സിലാക്കേണ്ട വിധത്തിൽ ഒരാൾ മനസ്സിലാക്കിയാൽ നിന്നോടല്ലാതെ വേറെ ആരോട് അവർ സഹായം തേടും. നബിതങ്ങൾ പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ യൻസുബു വജ്ഹുഹു ഇലല്ലാഹി യസ്അലുഹു മസ്അലതൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ് ഇമ്മാ അജ്ജലഹാ ലഹു ഫിദ്ദുനിയ വ ഇമ്മാ ദഖറഹാ ലഹു ഫിൽ ആഖിറതി മാ ലം യഅജൽ,
യഖൂൽ ദഅൗതു വദഅൗതു വലാ ഉറാഹു ഇസ്തജാബു ലി. ഒരു മുഅ്മിൻ അള്ളാഹുവിലേക്ക് കൈയുയർത്തി അവനോട് ചോദിക്കുകയില്ല, അള്ളാഹു തീർച്ചയായിട്ടും അവനത് കൊടുത്തിട്ടൊഴികെ. ഒരുപക്ഷെ അത് ഈ ഐഹിക ലോകത്ത് ഇപ്പോൾ തന്നെ നൽകും, അല്ലെങ്കിൽ പരലോകത്തേക്ക് അവൻ നീട്ടിവെക്കും. അവൻ ധൃതി കാണിക്കാത്തവൻ ആകാത്തപ്പോൾ നാം ഒരിക്കലും പ്രാർത്ഥിക്കുമ്പോൾ ധൃതി കാണിക്കാൻ പാടില്ല. ചിലർ പറയും, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, പിന്നെയും പിന്നെയും ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന്. അങ്ങനെ ആവരുത്. റബ്ബിൻ്റെ വാതിൽക്കൽ നാം നിൽക്കേണ്ടത് പരിശോധകനായോ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ വേണ്ടിയോ ആവരുത്. ബൽ വുഖൂഫുൽ മുഅ്മിനിൽ മൂഖിനിൽ മുസ്തബിശർ, ദൃഢവിശ്വാസത്തോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി റബ്ബിനോട് നാം ചോദിക്കണം. അള്ളാഹുവിലേക്ക് അവൻ്റെ ശ്രേഷ്ഠമേറിയ വിശേഷണങ്ങൾ, അവൻ്റെ ശ്രേഷ്ഠമേറിയ നാമങ്ങൾ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇ. നബിതങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പിന്നെയും പറഞ്ഞു, വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ദിനേന നമ്മുടെ നിസ്കാരത്തിൻ്റെ ഓരോ റക്അത്തുകളിൽ നമ്മൾ ആവർത്തിച്ചു പറയുന്നില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് ഇബാദത്തെടുക്കുന്നു, നിന്നോട് സഹായം തേടുന്നു. ഫയാ റബ്ബി അൻതല്ലാഹു ഹസ്ബിയ ഉദ്ദത്തി അലൈക ഇഅ്തിമാദി ളാരിഅം മുതവക്കില. ഓ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മതിയായവനാണ്, നിന്റെ മേലിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു, നിന്റെ മേലിൽ ഞങ്ങൾ വിനയാന്വിതരാകുന്നു. നബിതങ്ങൾ ഈ ഹദീസിലൂടെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളോട് പെരുമാറേണ്ടത്, അവർക്ക് നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നിർദ്ദേശിച്ചു തരികയാണ്. കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് നബിതങ്ങൾ കൊടുത്ത ഉപദേശം, അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ പിന്നീട് പറഞ്ഞുകൊടുത്തു. തുടർന്ന് വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഓനെ നീ അറിയണം കേട്ടോ, ലോകത്തുള്ള എല്ലാവരും നിനക്ക് ഒരു ഉപകാരം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു, പക്ഷേ അല്ലാഹുത്തല നിനക്കത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ അവർക്കാർക്കും നിനക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. ഇനിയോ വലവിജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. അവരെല്ലാവരും കൂടെ ചേർന്ന് നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കണമെന്ന് കരുതി, പക്ഷേ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടിയും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ഉപകാരവും ഉപദ്രവവും ഉണ്ടാകുന്നത്. എല്ലാം നൽകുന്നത് അവനാണ്. സൃഷ്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്കെന്ത് സംഭവിക്കുന്നു അതൊക്കെ അള്ളാഹു കണക്കാക്കിയതിനനുസരിച്ചാണ്. വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇൻ യംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിനക്കെന്തൊരു പ്രയാസം എത്തുന്നുവോ അത് നീക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ്. നിനക്ക് എന്തൊരു നന്മ ലഭിക്കുന്നുവോ അതും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവിഫൂനക ബില്ലദീന മിൻ ദൂനി. അള്ളാഹു ഒരു അടിമക്ക് എല്ലാ നിലക്കും മതിയായവനാണ്. ഈ ഉപദേശ നബിതങ്ങൾ അവസാനിപ്പിക്കുകയാണ്. റുഫിഅത്തുൽ അഖ്ലാം വജഫത്ത് അലൈ വജഫത്തി സുഹുഫ്. ഓ മോനെ, പേന ഉയർത്തി അതിലെ മഷി പേജിൽ ഉണങ്ങിപ്പോയി, ഇനി ഒന്നും ചേർക്കാനോ നീക്കാനോ കഴിയുകയില്ല. അള്ളാഹു തീരുമാനിച്ചതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. വൈലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. അവനിലേക്കാണ് എല്ലാ കാര്യങ്ങളുടെയും മടക്കം. അവന് നീ ഇബാദത്തെടുക്കുക, അവൻ്റെ മേലിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മെ പരിപാലിക്കുന്നത്, നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്. അവൻ്റെ മേലിൽ നാം തവലക്കുലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നന്മകളും തരട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, ഈ ഇമാറാത്തിൻ്റെ കടലും കരയും മണ്ണും വിണ്ണുമൊക്കെ നിന്റെ ഹിഫ്ദ് കൊണ്ട് നീ സംരക്ഷിക്കണമേ.
ഈ നാട്ടുകാർക്ക്, ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ നീ കാവലാകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.